ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നല്ല മഴയാണ്. രാവിലെ ഞങ്ങളിപ്പോൾ അടിമാലി, കല്ലാറ്, മൂന്നാർ ഭാഗത്തുള്ള ഒരു റിസോർട്ടിലാണ്. ഒരു 3 ഏക്കർ തേയിലത്തോട്ടമാണ്. അതിനുള്ളിൽ ഒരു 10-25 ഹട്ട് റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസോർട്ട് ഇതാണ്. ഇത് പഴയ 4 കെട്ടാണ്. 1, 2, 3 ബാക്കിലുണ്ട്. 4 കെട്ടാണ്. അപ്പോൾ ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. ഈ മഴയത്ത് നനഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല മഴയാണ്. ഒരു കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്. വന്ന സമയം നല്ല സമയം. ഒരിടത്ത് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനാണ്. ഏതാണ്ട് ഇവിടെ റിസോർട്ടിൻ്റെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ റിസോർട്ടിനകത്ത് ഏലം മാത്രം തന്നെ ഒരു മാസം എടുത്താൽ തീരത്തില്ല, അത്രയ്ക്ക് ഈശ്വലുണ്ട്. പിന്നെ നമ്മുടെ ഒരു അന്തോറിയം ബീച്ച് ഇങ്ങനെ പൂത്തൊലിഞ്ഞ് കിടക്കുകയാണ്. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. നല്ല പുല്ലായിട്ട് കിടന്നതിന് എൻ്റെ ഒരു കുപ്പി വെള്ളം ഇവിടെ രാത്രി വെള്ളത്തിന് വേണ്ടി കിടന്ന് പോയിട്ട് ഞാൻ കണ്ടില്ല. ഇപ്പോൾ വെളിയിലിരിക്കുകയാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളെ സുധീഷേട്ടപ്പോൾ ഇതാണ് നമ്മളെ സുധീഷേട്ടനാണെങ്കിൽ പഴയ പോലീസ് ക്യാമ്പിലെ കുക്കായിരുന്നു. ഇപ്പം പുള്ളി ഇങ്ങനെ നമ്മളവിടെ ഒന്ന് അറുപത് നമ്മളെ കാര്യസ്ഥനാണ്. പുള്ളി നമ്മുടെ സ്ഥലത്തൊക്കെ പറക്കലൊക്കെ ആണ്. റബ്ബറിൻ്റെ കൊണ്ട് നാട്ടിലാണ് നാട്ടിൽ താഴെയൊക്കെ കൃഷിയാണ് അവിടെ. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഏലം കണ്ടിട്ടില്ല, മരത്തിലാണ് കായ്ക്കുന്നത്. പുള്ളിക്ക് ഒരു സംശയം, ഡൗട്ടായിരുന്നു. നമ്മൾ അത് ഏലം ഞാൻ ഇന്നുവരെ കണ്ടില്ല. എനിക്ക് 65 വയസ്സായി. പറയാം. എനിക്ക് ചെറുപ്പം മുതലേ വിളക്കല് അതെല്ലാം ഉണ്ട്, കൃഷികളെല്ലാം ഉണ്ട്, മൃഗങ്ങളെല്ലാം വളർത്തിയിട്ടുണ്ടാണ്. ഏലം അധികം നമ്മുടെ നാട്ടിലധികം ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ ഏലം കാണിച്ചു കൊടുക്കുന്നത് സുധീഷ്. അപ്പൊ സുധീഷ് അതിന്റെ ഏലത്തിന്റെ മൂട്ടിൽ പോവാണ്. എന്നാലും സുധീഷിന് അത്ഭുതമാണ്, ഏലം മണ്ണിന്റെ മുകളിലാണോ മുളയ്ക്കണേന്നൊരു സംശയമുണ്ട്. അപ്പൊ അങ്ങനെ സുധീഷയുടെ ഇപ്പൊ ഏലം അതിന്റെ തോട്ടത്തിലേക്ക് പോകുന്നു. അപ്പൊ ഏലത്തിലേക്ക് നോക്കുകയാണ്, എന്താണ് സംഭവമാണെന്ന് നോക്കുകയാണ് സുധീഷേട്ടൻ. സുധീഷേട്ടൻ ഏലത്തിന്റെ സൈഡിലോട്ട് പോയി. അപ്പൊ ഞാൻ കൂടെ അപ്പൊ ഇതാണ് ഏലം സുധീഷേട്ടാ. ഇതാണ് ഏലം കേട്ടോ. മുറ്റപ്പുള്ളൊരു കായ പറിച്ചു ഇരുന്നേ നല്ല മുറ്റി നോക്കി, നല്ല മുറ്റി പിടിച്ചു നോക്കി, മുറ്റിയെ സൂം ചെയ്ത് കൊടുത്തേ. അതെ, അപ്പൊ ഏലമാണോ നോക്കി മണത്ത് നോക്കി. എന്റെ മണമുണ്ട്, ഏലം തന്നെയല്ലേ. അപ്പൊ ഇങ്ങനെ ചെടിയിലാണ് ഏലം കായ്ക്കുന്നല്ലേ, മരത്തിലാണെന്ന് വിചാരിച്ചു സുധീഷൻ. അപ്പൊ സുധീഷേട്ടൻ ഇത്രയും കാലം വിചാരിച്ചിരുന്ന മരത്തിലാണ് ഏലം കായ്ക്കുന്നത്. അപ്പൊ മരമല്ല. തീർച്ചയായിട്ടും ഇപ്പൊ മനസ്സിലായി. ഒന്ന് കഴിച്ചു നോക്കി, ഏലാണോ നോക്കി, കടിച്ചു നോക്കി. നമ്മുടെ നാട്ടില് കടിച്ചു കൃഷി ചെയ്യും പോലെ ഇതൊന്നും അല്ല, മനസ്സിലായി. ഏലക്കയുടെ ഇത് കൂടുതലാണ് കണ്ടുപിടിച്ചത്. നല്ല കാര്യങ്ങൾ ഇന്നാണ് ഞാൻ കണ്ടത്. നമ്മളെ ഇവിടുന്ന് തന്നെ വിട്ടു പോകാൻ തോന്നുന്നില്ല. വിട്ടു പോകാൻ തോന്നുന്നില്ല. നല്ല ലക്ഷ്യങ്ങളുണ്ട്. സാധിക്കുന്നു. നല്ല എന്താ പോവാണെന്ന് അറിയില്ല. എന്താ ഇന്ന് പോവുക എന്താണെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മുഴുവൻ ഷൂട്ടിങ് നോക്കാം. നല്ല മഴയാണ്. നല്ല പൂക്കൾ എല്ലാം കാണുന്നുണ്ട്. കൃഷികളെല്ലാം ഒന്ന് നോക്കി വന്നു. എല്ലാം കൃഷി നോക്കി വന്നു. മഴ നോക്കി അടുത്ത പിടിക്കാനല്ല, അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ നല്ല മഴയായി, അങ്ങനെ ഇറങ്ങാൻ പറ്റാതിരിക്കുകയാണ്. ഈ ഏലത്തോട്ടം എല്ലാവർക്കും നമുക്ക് പോയി കണ്ടു നോക്കാം. നമുക്ക് ഏലത്തോട്ടമൊക്കെ പോയി കാണാം. നല്ല അടിപൊളിയായിരിക്കും. ഇതിപ്പം നമ്മൾ ഇരിക്കുന്ന റിസോർട്ടിൻ്റെ ഭാഗം ചുറ്റും ഇത് തന്നെയാണ് ഇട്ടേക്കുന്നത്, ഏലമാണ് ഇട്ടേക്കുന്നത്. ഏലം മൊത്തം നമുക്ക് പോയി കാണാം. ഇപ്പോൾ എന്തായിരുന്നാലും പാത്തും ആമിനെയൊന്നും ഇതുവരെ അഴിച്ചിട്ടില്ല. നല്ല തണുപ്പാണ്, നല്ല കാലാവസ്ഥ മാറ്റമായത് കൊണ്ടാണ് നമുക്ക് പുറത്തിറങ്ങി കുറേ കൂടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിയാത്തത്. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഇതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. നല്ല അടിപൊളി റിസോർട്ടാണ്. ഞാൻ അവിടുത്തെ ഊഞ്ഞാലിലാണ് കേട്ടോ ഇത് നാടുന്ന്. അവിടുത്തെ അടിപൊളിയായിട്ട് അങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്കും 9:30 മണിയായി രാത്രി. പിന്നെ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ്, ക്യാമ്പ് ഫയറിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ക്യാമ്പ് ഫയറിൻ്റെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറങ്ങിയപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞു. പിന്നീട് രാവിലെ അങ്ങോട്ട് മഴയൊക്കെ ആരംഭിച്ചു. പിന്നെ പുറത്തിറങ്ങി കാണിക്കാവത്തില്ല ഒന്നും.